ഹായ് എവ്രി വൺ, ഞാൻ ഡോക്ടർ സഞ്ജന ബേബി ഫ്രം സാംസർ വെൽനസ്. സാംസർ വെൽനസിൻ്റെ മറ്റൊരു ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സാംസർ വെൽനസ് പറയാൻ പോകുന്ന വിഷയം പോമഗ്രാനറ്റ് അഥവാ മാതള നാരങ്ങ. നമുക്കെല്ലാവർക്കും പരിചിതമാണ് മാതള നാരങ്ങ. വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മൾ കഴിച്ചാൽ ഹെവി ആയിട്ട് തോന്നാത്തൊരു ഫ്രൂട്ടാണ് പോമഗ്രാനറ്റ് അഥവാ മാതള നാരങ്ങ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല വണ്ണമുള്ള ആൾക്കാർക്കും കഴിക്കാം, പക്ഷേ മിതമായിട്ട് കഴിക്കണമെന്ന് മാത്രം. അമിതമായിട്ട് കഴിച്ചാൽ ചിലപ്പോൾ ഷുഗർ കൂടിയേക്കാം. അതായത് ഇതിൻ്റെ അകത്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ട്, മിക്ക ഫ്രൂട്ട്സിലുള്ള പോലെ തന്നെ. പക്ഷേ ഇത് വളരെയധികം മറ്റ് ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ്. എന്ന് പറഞ്ഞാൽ അത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, പ്രഷർ കുറയ്ക്കാൻ, ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും ഈ ഒരു മാതള നാരങ്ങയ്ക്ക് കഴിവുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ LDL ചീത്ത കൊളസ്ട്രോളാണ് പ്രധാനമായിട്ടുള്ളത്, അത് കുറയ്ക്കുവാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രൂട്ടിന് TG അഥവാ ട്രൈഗ്ലിസറൈഡ്സ് അത് കുറയ്ക്കുവാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നില്ല. അതുപോലെ നല്ല കൊളസ്ട്രോൾ കൂട്ടിയെടുക്കാനുള്ള കഴിവും ഇതിനില്ല. HDL ആണ് നല്ല കൊളസ്ട്രോൾ. പക്ഷേ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉള്ള കഴിവ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് തന്നെ ഈ കൊളസ്ട്രോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിലാണ് ഈ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ പഠനങ്ങൾ കാണിക്കുന്നത് ഇതിന് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും ഈ ഒരു ഫ്രൂട്ട് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഇത്തരം ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കിപ്പോൾ വളരെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ്റെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ എപ്പോഴും മെഡിസിനോടൊപ്പം നമ്മൾ ന്യൂട്രീഷൻ അഥവാ ഒരു ഡയറ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വേണം. നമുക്ക് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മാറ്റുമ്പം നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കണം, ഏതൊക്കെ പേഷ്യൻസിന് എന്തൊക്കെയാണെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ന്യൂട്രീഷനിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ പ്രഷറുള്ള പേഷ്യൻസ്, ഹൈ കൊളസ്ട്രോൾ എല്ലാം കമ്പൈൻഡ് ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് പോമഗ്രാനറ്റ് ഉൾപ്പെടുത്താം. പക്ഷേ മോഡറേറ്റ് എമൗണ്ട് അഥവാ മിതമായിട്ട് ഉൾപ്പെടുത്തണം. പിന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതായത് ഗ്രീൻ ടീയേക്കാളും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒന്നാണ് ഈ ഒരു പോമഗ്രാനറ്റ്. ഏതൊക്കെയാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് നോക്കാം. ജസ്റ്റ് ഞാൻ കുറച്ച് നെയിംസ് പറയുന്നേ ഉള്ളൂ. ഇതിലുള്ളത് എലാജിറ്റാനിൻസ്, കെറ്റച്ചിൻസ്, ഫ്ലാവനോയിഡ്സ്, ആന്തോസയാനിൻ ആണ് അതിന് റെഡ് കളർ കൊടുക്കുന്നത്. ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്താണ് ചെയ്യുന്നത്? ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന പ്രശ്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവുന്നത്. അതങ്ങോട്ട് തടയാണ് ഈ ഒരു ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രധാന ജോലി. അതിപ്പം പോമഗ്രാനറ്റ് ആണെങ്കിലും മറ്റു ഫ്രൂട്ട്സ് ആണെങ്കിലും മിക്ക വൈറ്റമിൻസിനും ഈ ഒരു കപ്പാസിറ്റി ഉണ്ട്. വൈറ്റമിൻ C, വൈറ്റമിൻ E എല്ലാം, വൈറ്റമിൻ A എല്ലാം നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പം ഈ പോമഗ്രാനറ്റ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് കോമ്പൗണ്ട്സ് ഉൾപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിൻ്റെ അറ്റാക്ക് തടഞ്ഞ് അവയുണ്ടാക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് തടഞ്ഞ് നമ്മളെ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് ഈ ഒരു പോമഗ്രാനറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി, അതൊരു ഗവേഷണ ഫലം കാണിക്കുന്നത് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയുവാൻ സഹായിക്കുന്നു എന്നാണ്. അപ്പോൾ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ക്യാൻസർ. അത് തടയുവാൻ എന്തുകൊണ്ടാണ് ഇതിന് പറ്റണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൊണ്ട് തന്നെയാണ്. TNF-ആൽഫ എന്ന ട്യൂമർ മാർക്കറിനെ അതിനെ തടയാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയാൻ പറ്റണമെന്നാണ് ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ ഒരു പോമഗ്രാനറ്റിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് പോമഗ്രാനറ്റ്. കൊളസ്ട്രോൾ പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസീസസിലാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മാനേജ് ചെയ്യുന്ന ഡോക്ടേഴ്സും ഒരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുവാൻ പറ്റുന്ന ഒന്നാണ് പോമഗ്രാനറ്റ്. പക്ഷേ ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിതമായ എമൗണ്ടിൽ ഉൾപ്പെടുത്തുക.
അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഈ ഒരു ഫ്രൂട്ട് നല്ലതാണെന്ന് കേട്ടാൽ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ബനാനയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവും, ഇതെന്തായാലും കുറച്ച് ഷുഗർ ഉണ്ടാവും, കാരണം നമുക്ക് മധുരം ഫീൽ ചെയ്യാവുന്ന ഒരു ഫ്രൂട്ടാണ്. പോമഗ്രാനറ്റ് ബനാനയായിട്ട് കമ്പയർ ചെയ്യുമ്പം അത്ര ഒരു മധുരമുള്ള ഫ്രൂട്ടല്ല, പക്ഷേ അതിലും ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. മിതമായിട്ട് കഴിച്ച ഒരു പ്രശ്നമില്ല, വളരെ സേഫാണ്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പം ഈ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി തന്നെയാണ് പ്രധാനപ്പെട്ടത്. കാരണം ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്, ഈ ഒരു ഗുണം ഉള്ളത് കൊണ്ടാണ് അവ നമുക്ക് ഹാർട്ട് അറ്റാക്ക് തടയുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കുന്നത്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു നമുക്ക് ക്യാൻസർ തടയുവാനും പോമഗ്രാനറ്റ് സഹായിക്കുന്നത്. പ്രത്യേകിച്ചും പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ക്യാൻസർ, അങ്ങനെ ഒരു പഠനം കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രൂട്ടിന് വൈറ്റമിൻ സി കണ്ടൻറ്റ് കൂടുതലാണ്. അതായത് നമുക്ക് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ സിയുടെ 18% നമുക്ക് പോമഗ്രാനറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊരു നല്ല എമൗണ്ടാണ്, നമുക്ക് തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഈ ഒരു പോമഗ്രാനറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. വൈറ്റമിൻ സി മറ്റൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് മാത്രമല്ല കേട്ടോ പോമഗ്രാനറ്റിന് ഭയങ്കര ആൻറ്റി ഓക്സിഡൻസ് ഫുള്ളായിട്ടുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. വൈറ്റമിൻ സി ഉണ്ട്, അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഓക്കെ. അതുകൂടാതെ അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട് മറ്റ് ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കെറ്റച്ചിൻസ്, എലാജിറ്റാനിൻസ്, ആന്തോസിയാനിൻസ്, ഫ്ലാവനോയിഡ്സ്, പോളിഫിനോൾസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ വളരെ കുറച്ച് പേരുകളാണ്, അതിൽ കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് അതിലുണ്ട്. പിന്നെ അടുത്തത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോൾ, ഏറ്റവും പുതിയ ഒരു ഗവേഷണ ഫലമാണ് ഈ പോമഗ്രാനറ്റിന് നമ്മുടെ ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, ഈ അൾഷൈമേഴ്സ് പോലത്തെ ഡിമെൻഷ്യ ഇല്ലേ, ഓർമ്മക്കുറവുണ്ടാവല്ലോ, അത് തടയാനുള്ള കഴിവുണ്ട് എന്നാണ് പുതിയ ഗവേഷണ ഫലം കാണിക്കുന്നത്. എന്തായാലും ആൻറ്റി ഓക്സിഡൻറ്റ് പൊട്ടൻഷ്യൽ സംശയലേശമന്യേ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഒട്ടും അതിലൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. നല്ല ആൻറ്റി ഓക്സിഡൻസ് ഇതിലുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസിന് അൾഷൈമേഴ്സ് ഒക്കെ തടയാനുള്ള കഴിവുണ്ട്. ഇന്നത്തെ ഒരു ശാസ്ത്രത്തിൻ്റെ അറിവ് വെച്ചിട്ടും അൾഷൈമേഴ്സ് തടയാൻ പറ്റുന്നത് ആൻറ്റി ഓക്സിഡൻസിന് മാത്രമാണ്. അതിൻ്റെ ജീൻ ഒരു ഘടകമാണ്, അതുപോലെ തന്നെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒരു ഘടകമാണ് അൾഷൈമേഴ്സ് പോലത്തെ ഓർമ്മക്കുറവ് ഉണ്ടാകാൻ എന്നാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. അപ്പം ഇത്രയും ആൻറ്റി ഓക്സിഡൻസ് ഉള്ള നമ്മുടെ മാതള നാരങ്ങയ്ക്ക് തീർച്ചയായിട്ടും അൾഷൈമേഴ്സിനെ തടയാൻ പറ്റും. പക്ഷേ ഏത് കോമ്പൗണ്ടാണ് ഇതിനെ സഹായിക്കുന്നത്, അത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളതും ഇപ്പോഴും ഒരു 90% മാത്രമേ ശാസ്ത്രലോകത്തിന് വ്യക്തമായിട്ടുള്ളൂ. അതായത് യൂറോലിത്തിൻ എന്ന കോമ്പൗണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വയറ്റിലുള്ള ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയ അവയും ഈ ഒരു കോമ്പൗണ്ടും കൂടി ഉള്ള പ്രവർത്തനം കൊണ്ടാണ് ഇതിന് ഇങ്ങനൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചത്. എന്തായാലും നമുക്ക് ഈ പോമഗ്രാനറ്റിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു സീഡ്സ് നമ്മുടെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുന്നത് നന്നായിരിക്കും. ഞാനിപ്പം ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഫോളോ ചെയ്യുന്നൊരു രീതിയാണ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്നാക്കായിരിക്കും. അതായത് ഇപ്പം നന്ന രാവിലെ നമ്മളൊരിക്കലും ഈ പുട്ടുകടല അങ്ങനത്തെ സാധനങ്ങളൊന്നും, അതായത് കേരളത്തിലെ ഒരു റുട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രഭാത ഭക്ഷണം മിക്കവാറും ആൾക്കാർ ഇതുപോലത്തെ അരി കൊണ്ടുള്ളതായിരിക്കും. മിക്കവാറും നല്ല കായിക അധ്വാനം ചെയ്യുന്നവർക്ക് അത്തരം ലൈഫ് സ്റ്റൈലും അത്രയും ബ്രേക്ക്ഫാസ്റ്റ് ഫോളോ ചെയ്യാവുന്നതുമാണ്. പക്ഷേ മറ്റു തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റും ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ ജനറലി കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇതൊന്നും കഴിക്കില്ല, ഈ തരത്തിലുള്ള അരി ആഹാരം. പക്ഷേ നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കുന്നത് നന്നായിരിക്കും. അത് ഇതുപോലത്തെ ഫ്രൂട്ട്സ് ആണെങ്കിലും വളരെയധികം ഗുണം ചെയ്യും. കാരണം അപ്പം നമുക്ക് ഏത് ഫ്രൂട്ട് എടുക്കണം, രാവിലെ തന്നെ ബനാന കഴിക്കുന്നേക്കാളും ഏറ്റവും നല്ലത് ഇതൊക്കെ തന്നെയാണ്. പോമഗ്രാനറ്റ്, അതുപോലെ തന്നെ മറ്റു സീഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം ഗ്രേപ്സ് അങ്ങനത്തെ ഉള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഹോൾ ഡേ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. നട്ട്സും കഴിക്കാം രാവിലെ എഴുന്നേറ്റ ഉടനെ. അപ്പോൾ ഈ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും ഏർലി മോർണിംഗ് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളിപ്പോൾ ജോഗിങ്ങിനോ അല്ലെങ്കിൽ അതർ എക്സസൈസിനൊക്കെ പോവുകയാണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. അതൊരിക്കലും നിങ്ങളുടെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റീനെ തടയില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുക. പക്ഷേ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അത് നിങ്ങളുടെ മസിൽസ് ക്ഷീണിക്കാതിരിക്കുവാൻ സഹായിക്കും. അപ്പോൾ പോമഗ്രാനറ്റ് നിങ്ങൾക്ക് അങ്ങനെ ഉൾപ്പെടുത്താവുന്ന ഒരു ഫ്രൂട്ടാണ് രാവിലെ തന്നെ. പിന്നെ ഡിന്നറിന് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അത് ഓരോരുത്തരുടെ ചോയ്സ് പോലെ ഇരിക്കും. നമ്മളിപ്പോൾ കേരളത്തിൽ ഫ്രൂട്ട്സ് ഡിന്നറിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ ചോയ്സ് പോലെ
ചെയ്തേക്കുക. പക്ഷെ മോർണിംഗ് ഇങ്ങനെ ചെയ്യുന്നത് എണീറ്റ ഉടനെ നിങ്ങൾ ബ്രഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഒരു എക്സസൈസിന് പോവുകയാണെങ്കിൽ പോമഗ്രാനൈറ്റ് ഒരു അരഭാഗം മതിയാകും, അല്ലെങ്കിൽ ഒരു ഭാഗം, പിന്നെ വേറെ എന്തെങ്കിലും നട്ട്സും അത് ഉപയോഗിച്ച് അത് നിങ്ങൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഡെയിലി കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ രാവിലെ എനർജറ്റിക്കായിട്ട് മറ്റ് ജോലികളെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇവയ്ക്കാണ്. കൊളസ്ട്രോൾ കുറയ്ക്കും, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും, പിന്നെ മിതമായ എമൗണ്ടിൽ ഡയബറ്റിക് പേഷ്യൻസിലും ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും വരാതെ നോക്കാൻ സഹായിക്കും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ തടയും. പിന്നെ നമ്മുടെ ഡിമെൻഷ്യ അഥവാ അൾഷൈമേഴ്സ് പോലുള്ള ഓർമ്മക്കുറവ് തടയുവാൻ ഈ ഒരു ഫ്രൂട്ടിന് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോമഗ്രാനൈറ്റ് ഉൾപ്പെടുത്തി നോക്കുക, മിതമായിട്ടുള്ള ഒരു എമൗണ്ടിൽ കഴിക്കുക. ഓക്കെ, മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് സയാംസർ വെൽനസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, കീപ്പ് ഓൺ വാച്ചിങ് സയാംസർ വെൽനസ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.